ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവരറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരുടെയും ഡൗട്ടാണ് ഏതുതരം കാറ്റഗറി വീഡിയോസ് ചെയ്യുമെന്നുള്ളത്. ഏതുതരം കാറ്റഗറി വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്താലും അതൊരു ടെമ്പററി ആയിട്ട് മാത്രം എടുക്കാതെ എന്നും നമുക്കൊരു കണ്ടന്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഏതൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്താലും നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റും കൂടെ വേണം. ചുമ്മാ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു ക്രാഫ്റ്റിന്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ നമ്മളൊരു ചാനൽ തുടങ്ങി കുക്കിങ്ങിന്റെ വീഡിയോസ് ഇടുക, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മാത്രമേ ആ വീഡിയോസ് പോകത്തുള്ളൂ. പിന്നീട് നമുക്ക് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു മടിയായിരിക്കും. ഏതൊരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഡൗട്ടുകൾക്ക് കാറ്റഗറി അറിയത്തില്ല എന്നാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് മാത്രം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് എന്നും നിലനിൽക്കണം എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഏതൊരു കാറ്റഗറി സെലക്ട് ചെയ്യണം എനിക്കറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കാറ്റഗറീസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തെ ചാനലാണ് ഗെയിമിംഗ് ചാനൽ. ഗെയിമുകളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരാണോ നിങ്ങൾക്കൊരു ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. ഒരാഴ്ച 2 ആഴ്ച നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഗെയിമിംഗ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഡെയിലി നിങ്ങൾക്ക് കണ്ടന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഗെയിമിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ ചാനലാണ് യോഗ ആൻഡ് ഫിറ്റ്നസ് ചാനൽ. ഈ യോഗയെ പറ്റി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ? നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമോ? അല്ലെങ്കിൽ ഫിറ്റ്നസിനെ പറ്റി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണോ? ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾക്കാരാണെങ്കിലും ഒരു യോഗ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മൂന്നാമത്തെയാണ് ബ്യൂട്ടി പ്രോഡക്റ്റ് ചാനൽ. ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ചാനൽ നിങ്ങൾ തുടങ്ങുക. നാലാമത്തെ ചാനലാണ് ഏണിംഗ് ഐഡിയാസ് ചാനൽ. ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാവുന്ന ഒരാൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ചാനലാണ് കുക്കിംഗ് ചാനൽ. നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, വെറൈറ്റി ഫുഡുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, വെറൈറ്റി ഫുഡ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഡെയിലി നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു കുക്കിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ആറാമത്തെ ചാനലാണ് ട്രാവലിംഗ് ബ്ലോഗ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ട്രാവലിംഗ് ബ്ലോഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ മാത്രമായിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യും. ഒരാഴ്ച 2 ആഴ്ച നമ്മൾ ട്രാവൽ ചെയ്യും. 3-ാമത്തെ ആഴ്ച തൊട്ടിട്ട് നമ്മൾ മടിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രാവലിംഗ് ബ്ലോഗ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 7-ാമത്തെ ചാനലാണ് ഫുഡ് ബ്ലോഗ്. ഫുഡിനെ പറ്റി ഒരുപാട് അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ, വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുഡ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക. അതിലേക്ക് നിങ്ങളുടെ വീഡിയോസുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. 8-ാമത്തെ ചാനലാണ് ഗാർഡനിങ് ചാനൽ ടിപ്സ് എന്ന് പറയുന്നത്. ഗാർഡനിങ് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, ഗാർഡനിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ടിപ്സുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വെറൈറ്റി ഫ്ലവേഴ്സ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള വീഡിയോസ് മാക്സിമം ചെയ്യുക. 9-ാമത്തെ ചാനലാണ് ഹോം ഡെക്കറേറ്റിംഗ് ചാനൽ. നിങ്ങൾക്ക് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോം ഡെക്കറേറ്റിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഓരോ ദിവസവും പുതിയ പുതിയ ഡെക്കറേഷനും കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. 10-ാമത്തെ
ചാനലാണ് ഹാക്ക് ചാനൽ. നിങ്ങൾക്ക് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഹാക്കിങ്ങിനെ പറ്റി എന്താണോ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ചെയ്യുന്ന ഹാക്കിങ്ങുകൾ വീഡിയോ ആക്കി നിങ്ങൾ നിങ്ങളുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 11ാമത്തെ ചാനലാണ് ഡാൻസ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡാൻസ് കളിക്കാൻ നിങ്ങൾക്കറിയാം, കൊറിയോഗ്രാഫി ചെയ്യാൻ അറിയാം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡാൻസിന്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തോ. ഡെയിലി നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലിലേക്ക് നിങ്ങളുടെ ഓരോ കണ്ടന്റും അപ്ലോഡ് ചെയ്യുക. 12ാമത്തെ ചാനലാണ് ബ്യൂട്ടി മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈല്. ബ്യൂട്ടി ടിപ്സുകൾ നിങ്ങൾക്കറിയാമോ? മേക്കപ്പുകൾ നിങ്ങൾക്കറിയാമോ? പുതിയ പുതിയ ഹെയർ സ്റ്റൈലുകൾ നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തോ. ഡെയിലി നിങ്ങൾ വീഡിയോസ് ഇടുക. ഡെയിലി നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ ഉണ്ട്, വെറൈറ്റി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. 13ാമത്തെ നമ്മുടെ ചാനലാണ് വീഡിയോ ഫോട്ടോ എഡിറ്റിംഗ് ചാനൽ. വീഡിയോയും ഫോട്ടോസും ഒക്കെ നന്നായി എഡിറ്റ് ചെയ്യുന്നവരാണ്, അതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ വീഡിയോ ഫോട്ടോ എഡിറ്റിങ്ങിനെ പറ്റിയുള്ള ആപ്ലിക്കേഷൻസ് ഇതിനെപ്പറ്റി അറിയാവുന്നുണ്ടെങ്കിലും അതിൻ്റെ റിവ്യൂസ് അങ്ങനെയുള്ള ചാനലുകളാണെങ്കിൽ അത് അത്യാവശ്യം ക്ലിക്ക് ആവുന്ന ചാനലുകളായിരിക്കും. 14ാമത്തെ നമ്മുടെ ചാനലാണ് പെറ്റ്സ് ആൻഡ് ആനിമൽസ് ചാനൽ. പെറ്റ്സിനെ ആനിമൽസിനെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡെയിലി കണ്ടന്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത 15ാമത്തെ നമ്മുടെ ചാനലാണ് ന്യൂസ് ചാനൽ. അന്നേരം ഉള്ള ന്യൂസുകൾ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡെയിലി നമുക്കൊരു കണ്ടന്റ് കിട്ടാൻ ചാൻസ് കൂടുതലുള്ളതാണ് ഈ ന്യൂസ് ചാനൽ എന്ന് പറയുന്നത്. അപ്പം എന്ത് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും മാക്സിമം ഡെയിലി കണ്ടന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അത് ഏത് കാറ്റഗറി ആണോ അതിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാനലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്താലും ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യരുത്.